ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ബിഗിനേഴ്സിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സിമ്പിൾ ചോക്കോ ചിപ്പ് വാനില കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിനായി ആദ്യം തന്നെ നമുക്ക് കേക്കിൻ്റെ സ്പോഞ്ച് തയ്യാറാക്കിയെടുക്കണം. ക്ലീൻ ആയ ഒരു ബൗളിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ് എന്നിവ ഒരു അരിപ്പ വെച്ച് നന്നായി അരിച്ചെടുക്കുക. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. അടുത്തതായി ക്ലീൻ ആയ ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് 1 ടേബിൾ സ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യുക. അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര സ്റ്റേജുകളായി ചേർത്ത് മുട്ടയുടെ കളറൊക്കെ മാറി വെള്ള നിറമാകുന്നതുവരെ ബീറ്റ് ചെയ്തെടുക്കുക. ശേഷം ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ആകുന്നതുവരെ ബീറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നേരത്തെ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 സ്റ്റേജുകളായി ചേർത്ത് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുല വെച്ച് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കുകയോ ചെയ്യണം. ശേഷം ഈ ബാറ്ററിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സോസ് പാനിലേക്ക് കുറച്ച് ഓയിൽ എല്ലാ സൈഡും ഗ്രീസ് ചെയ്തതിനു ശേഷം കുറച്ച് മൈദ ഇട്ട് ഡസ്റ്റ് ചെയ്തെടുക്കണം. മൈദ ഡസ്റ്റ് ചെയ്തതിനു ശേഷം ബാറ്റർ സോസ് പാനിലേക്ക് ഒഴിച്ച് എയർ ബബിൾസ് കുടുങ്ങാതിരിക്കാൻ നല്ലവണ്ണം ടാപ്പ് ചെയ്യണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ സോസ് പാൻ ഒരു തട്ടിൻ്റെ മുകളിൽ വെച്ച് 35 to 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. 45 മിനിറ്റിന് ശേഷം സ്പോഞ്ച് നല്ലവണ്ണം ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടണിഞ്ഞതിന് ശേഷം നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. വാനില സ്പോഞ്ച് തയ്യാറാക്കുന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിന് വേണ്ട മിൽക്ക് സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു പാത്രത്തിൽ 1 കപ്പ് പാലും 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് നല്ലവണ്ണം തിളപ്പിക്കുക. പഞ്ചസാര മെൽറ്റ് ആയതിനു ശേഷം തിളപ്പിക്കുന്നത് നിർത്തി ചൂട് തണയാൻ വേണ്ടി വെക്കണം. മിൽക്ക് സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പ്രോസസ്സിലേക്ക് പോകാം. നല്ലവണ്ണം ചൂടാറിയ സ്പോഞ്ചിൻ്റെ എല്ലാ സൈഡും ഒന്ന് ലൈറ്റായി കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം കേക്ക് 3 ലെയറായി കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ത്രെഡ് ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത്. നൂല് ഉപയോഗിച്ച് കേക്ക് ലെയറുകളായി കട്ട് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി നമ്മൾ ഐസിങ്ങിലേക്ക് കിടക്കുകയാണ്. ഇതിൻ്റെ ആവശ്യത്തിനായി ഞാൻ ഇവിടെ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നുണ്ട്. ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അതിലേക്ക് ഇറക്കി വെക്കാൻ പാകത്തിലുള്ള മറ്റൊരു പാത്രത്തിൽ ചോക്ലേറ്റ് ചെറിയ പീസായി മുറിച്ചിട്ട് മെൽറ്റ് ചെയ്യുന്ന രീതിയാണ് ഡബിൾ ബോയിലിംഗ് മെത്തേഡ്. നമുക്ക് ഓവൻ യൂസ് ചെയ്തും വേണമെങ്കിൽ ഈസി ആയിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഓവനിലാണ് വെക്കുന്നതെങ്കിൽ 30 സെക്കൻഡ് നേരം കൊണ്ട് മെൽറ്റായി കിട്ടും. ഇങ്ങനെ മെൽറ്റായ ചോക്ലേറ്റ് ചൂടാറാൻ വേണ്ടി വെക്കണം. അധികം ചൂടാറിയിട്ട് ഇത് ഉറച്ചു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് സ്റ്റിഫ് ആകുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുക. വിപ്പിംഗ് ക്രീം എങ്ങനെ പെർഫെക്റ്റായി ബീറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയുള്ള വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കമൻറ്റ് ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി നമുക്ക് ഐസിങ് തുടങ്ങാം. ആദ്യം തന്നെ ഒരു കേക്ക് ബോർഡ് എടുത്ത് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ടതിനു ശേഷം സ്പോഞ്ചിൻ്റെ ഫസ്റ്റ് ലെയർ എടുത്ത് അതിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള മിൽക്ക് സിറപ്പ് ഒഴിച്ച് സ്പോഞ്ച് നന്നായി വെറ്റ് ചെയ്യിപ്പിച്ചെടുക്കുക. മിൽക്ക് സിറപ്പ് കൂടി പോകാതിരിക്കാനും കുറഞ്ഞു പോകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ആവശ്യത്തിനുള്ള വിപ്പിംഗ് ക്രീം എടുത്ത് ഒരു ഐസിങ് നൈഫ് കൊണ്ട് സ്പോഞ്ചിൻ്റെ മുകളിൽ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്കോ ചിപ്സ് വിതറുക.
ഇതേപോലെ സെക്കൻഡ് ലെയർ വെച്ച് ആവശ്യത്തിനുള്ള മിൽക്ക് സിറപ്പും വിപ്പിംഗ് ക്രീമും ചോക്കോ ചിപ്പും ഇട്ടതിനു ശേഷം മൂന്നാമത്തെ ലെയർ വെക്കണം. അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ച് ആവശ്യത്തിനുള്ള വിപ്പിംഗ് ക്രീം കേക്കിൻ്റെ മുകളിലും സൈഡിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ക്രം കോട്ട് ചെയ്തെടുക്കണം. കേക്കിൻ്റെ എല്ലാ സൈഡും ജസ്റ്റ് ഒന്ന് കവർ ആവുന്ന വിധത്തിൽ ക്രീം അപ്ലൈ ചെയ്ത് കോട്ട് ചെയ്യുന്നതിനാണ് ക്രം കോട്ടിംഗ് എന്ന് പറയുക. ഇതൊരു ജസ്റ്റ് ഫസ്റ്റ് കോട്ടിംഗ് മാത്രമാണ്. നോർമലി ക്രം കോട്ടിംഗ് കഴിഞ്ഞ് നമ്മൾ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുത്തതിന് ശേഷമാണ് ഫൈനൽ കോട്ടിംഗ് ചെയ്യുക. കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് എന്ന് പറയുന്നത് കുറച്ച് സമയം ചിലവാകുന്ന കാര്യമാണ്. ബിഗിനേഴ്സിന് ഇത് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ഐസിങ് ചെയ്ത് ലെവലായി വരികയാണ് ചെയ്യുക. ഒരു 15 മിനിറ്റ് നേരമെങ്കിലും നമ്മൾ ഐസിങ്ങിന് മാറ്റി വെച്ച് തന്നെ മതിയാവുള്ളൂ. എന്നാലേ നമുക്ക് ഐസിങ് പെർഫെക്റ്റ് ആയി കിട്ടുള്ളൂ. ക്രം കോട്ടിങ്ങിൻ്റെ അവസാനത്തേക്ക് സ്മൂത്തിങ് സ്ക്രാപ്പർ വെച്ച് സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ സ്ക്രാപ്പറോ ഐസിങ് നൈഫോ ഒന്നും ഇല്ലെങ്കിൽ ATM കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ലെവൽ ചെയ്തെടുക്കാവുന്നതാണ്. ക്രം കോട്ടിംഗ് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ അരമണിക്കൂർ വെച്ചെടുത്തതിന് ശേഷം അത്യാവശ്യം കട്ടിയിൽ തന്നെ ക്രീം ഇട്ടിട്ട് കേക്കിൻ്റെ മുകളിലും സൈഡിലൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. ഐസിങ് ഒക്കെ ഓരോരുത്തരുടെയും സ്റ്റൈൽ പോലെ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സിമ്പിളായിട്ടുള്ള ഐസിങ് ആണ് ചെയ്യുന്നത്. സൈഡ് ഫിനിഷ് ചെയ്യാനായിട്ട് കോം സ്ക്രാപ്പറാണ് യൂസ് ചെയ്തത്. എഡ്ജിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ഫിനിഷ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു ഡിസ്പോസിബിൾ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റണം. ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ചിട്ടാണ് ചോക്ലേറ്റ് ഫില്ല് ചെയ്യുന്നത്. അതിനുശേഷം പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പ് ഒന്ന് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വീഡിയോയിൽ കാണുന്ന പോലെ കേക്കിൻ്റെ എഡ്ജിലൊന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമിൽ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ഡിസൈനിങ്ങിന് വിപ്പിംഗ് ക്രീമിന് ഒരു ബ്രൗണിഷ് കളർ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ കേക്കിൻ്റെ ഡെക്കറേഷനായിട്ട് സ്റ്റാർ നോസിൽ മാത്രമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. റോസറ്റ് വരയ്ക്കുമ്പോൾ ഡബിൾ ഷെയ്ഡ് കിട്ടാൻ വേണ്ടി പൈപ്പിംഗ് ബാഗിലേക്ക് പകുതി സൈഡ് ബ്രൗണിഷ് കളറുള്ള വിപ്പിംഗ് ക്രീമും ബാക്കിയുള്ള സൈഡിൽ നോർമൽ വിപ്പിംഗ് ക്രീമും ഫില്ല് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ച് റോസറ്റ് വരച്ചെടുക്കണം. അതിനുശേഷം റോസറ്റിൻ്റെ ഇടയിൽ പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ച് പ്രസ് ചെയ്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ബ്രൗണിഷ് വിപ്പിംഗ് ക്രീം എടുത്ത് കേക്കിൻ്റെ താഴ്ഭാഗത്തും മുകളിലും എഡ്ജിലും ഒക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മുകളിൽ കുറച്ച് ചോക്കോ ചിപ്പും ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്.
ഇത് ബിഗിനേഴ്സിന് വേണ്ടി സിമ്പിളായി തയ്യാറാക്കിയ ഒരു കേക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നുമാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ദയവായി വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.